പ്രഭാഷണം 16 കോച്ചി ഇന്റഗ്രൽ ഫോർമുല എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ 16-ാമത്തെ പ്രഭാഷണം ആണ്. ഇത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സിംപ്ലി കണക്റ്റഡും മൾട്ടിപ്ലി കണക്റ്റഡും ആയ ഡൊമെയ്നുകൾക്കുള്ള കോച്ചി ഇന്റഗ്രൽ ഫോർമുല പഠിക്കും. അതിനുശേഷം ഇന്റഗ്രലിന്റെ അടിസ്ഥാനത്തിൽ അനലിറ്റിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവിലേക്ക് നീങ്ങും. അനലിറ്റിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാം. അതിനുശേഷം കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രൽ എങ്ങനെ വിലയിരുത്താം എന്നതിലേക്ക് നമ്മൾ പോകും. മുൻ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തത് എന്താണെന്ന് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ, നമ്മൾ കോച്ചി ഇന്റഗ്രൽ തിയറം എന്താണെന്ന് കണ്ടു. തിയറം ഇങ്ങനെയായിരുന്നു: C എന്നത് ഒരു സിമ്പിൾ കണക്റ്റഡ് ഡൊമെയ്ൻ D യിലെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ആണെങ്കിൽ C f(dz) 0 ആയിരിക്കും. അപ്പോൾ അതായിരുന്നു കോച്ചി ഇന്റഗ്രൽ തിയറം. അതുപോലെ ഈ തിയറം ഉപയോഗിച്ച് ലൈൻ ഇന്റഗ്രലുകൾ എങ്ങനെ കാണാം എന്നതിന് പല ഉദാഹരണങ്ങൾ കൂടി നമ്മൾ പോയിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് റിവേഴ്സ് കോച്ചി ഇന്റഗ്രൽ തിയറം, അല്ലെങ്കിൽ കോച്ചി ഇന്റഗ്രൽ സിദ്ധാന്തത്തിന്റെ വിപരീതം എന്നൊക്കെ പറയാവുന്ന ഒരു തിയറത്തെക്കുറിച്ചാണ്. ഈ സിദ്ധാന്തം മൊറേറ സിദ്ധാന്തം എന്ന് വിളിക്കപ്പെടുന്നു. ഇതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ നേരെ കോച്ചി ഇന്റഗ്രൽ ഫോർമുലയിലേക്ക് നീങ്ങുന്നതായിരിക്കും. ഇനി മൊറേറ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, f ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ D യിൽ കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ അനലിറ്റിസിറ്റിയെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ കോച്ചി തിയറം പറയുന്നത് f അനലിറ്റിക് ആണ് എങ്കിൽ C f(dz) 0 ആണ് എന്നാണ്. എന്നാൽ ഇവിടെ നമുക്കുള്ളത് തിരിച്ചാണ്. ഏതൊരു ക്ലോസ്ഡ് പാത C ക്കും C f(dz) 0 യും f കണ്ടിന്യൂസും ആണ് എങ്കിൽ f അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ സിദ്ധാന്തം കോച്ചി സിദ്ധാന്തത്തിന് വിപരീതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയിലേക്ക് നീങ്ങാം. കോച്ചി ഇന്റഗ്രൽ തിയറത്തിന് ആവശ്യമായിരുന്ന അനുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും വേണ്ടത്. അതായത്, ഒരു സിമ്പിൾ കണക്റ്റഡ് ഡൊമെയ്ൻ D യിലെ ഒരു പോയിന്റ് ആണ് z0 എന്നിരിക്കട്ടെ. അതുപോലെ z0 യെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത ആണ് C. അപ്പോൾ ഇവിടെ കോച്ചി ഇന്റഗ്രൽ തിയറവുമായുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഫലം ഇങ്ങനെയാണ്: C fz z0 dz 2πif. ഇവിടെ നമുക്ക് ഒരു പദം കൂടുതലായി ഉണ്ട്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ C f(dz) 0 എന്നാകുമായിരുന്നു ഈ ഫലം. എന്നാൽ ഇവിടെ നമുക്കുള്ളത് fz z0 എന്നാണ്. അതായത് ഇവിടെ ഇന്റഗ്രന്റ് fz z0 ആണ്. ഇത് ഒരിക്കലും ഡൊമെയ്നിൽ അനലിറ്റിക് ആവുകയില്ല. കാരണം z0 എന്ന ബിന്ദു C അടക്കം ചെയ്തിരിക്കുന്ന ഡൊമെയ്നിൽ ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്റഗ്രന്റ് അനലിറ്റിക് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇന്റഗ്രൽ 0 ക്ക് തുല്യമല്ല. അങ്ങനെ z z0 എന്ന പദം മൂലം ഇന്റഗ്രന്റ് അനലിറ്റിക് അല്ല. അതുകൊണ്ട് തന്നെ ഇന്റഗ്രലിന്റെ മൂല്യം 2πif എന്നാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇതിന് ഇന്റഗ്രന്റ് അനലിറ്റിക് അല്ലാത്തപ്പോൾ ഇന്റഗ്രലിന്റെ മൂല്യം കാണുക തുടങ്ങി പല ഉപയോഗങ്ങളുണ്ട്. 2πif എന്ന് എഴുതിയിരിക്കുന്ന ഈ ഫോർമുല ചിലപ്പോഴൊക്കെ നമ്മൾ f(12πiCf z0 dz എന്നും എഴുതാറുണ്ട്. അപ്പോൾ ഇതിന്റെ തെളിവിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ, ഇവിടെ C fz z0 dz എന്ന ഇന്റഗ്രന്റിന്റെ ഒപ്പം നമ്മൾ f ഒരേ സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും C fz z0 dz എന്ന്. ഇതിനെ നമുക്ക് രണ്ട് പദങ്ങളുടെ തുകയാക്കി എഴുതാം.
ആദ്യത്തേത് fz0c1z z0dz. അതുപോലെ രണ്ടാമത്തേത് fz z0dz. അങ്ങനെ ഈ ഇന്റഗ്രലിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളായി പിരിച്ചെഴുതിയിരിക്കുന്നു. മുൻ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടിരുന്നു C1z z0dz എന്നത് 2πi ആണ് എന്ന്. അങ്ങനെ ആദ്യത്തെ ഇന്റഗ്രൽ നമ്മൾ വിലയിരുത്തിയിരിക്കുന്നു. അത് 2πif എന്നാണ്. ഇനി നമുക്ക് Cfz z0dz എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറഞ്ഞ ഈ ഇന്റഗ്രലിന്റെ മൂല്യം കാണണം. അതിനായി നമ്മൾ z0 യെ ചുറ്റി ആരമുള്ള ഒരു വൃത്തം പരിഗണിക്കുന്നു. ഇവിടെ ρδ ആണ്. അപ്പോൾ എന്താണ് ഡെൽറ്റ? അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ f എന്നത് അനലിറ്റിക് ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് മൂല്യമുള്ള ഫംഗ്ഷനുകൾക്കുള്ള കണ്ടിന്യൂറ്റിയുടെ നിർവചനം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന ന് നമുക്ക് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ z z0δ എന്ന ഡിസ്കിലെ ഏതൊരു z നും fz f0ϵ ആയിരിക്കും. അങ്ങനെ ഈ യും ഡെൽറ്റയും കണ്ടിന്യൂറ്റിയുടെ നിർവചനത്തിൽ നിന്നും വന്നതാണ്. f കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഏതൊരു നും ഈ ബന്ധം നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരു ഡെൽറ്റ കണ്ടെത്തുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ z0 യെ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ρδ ആണ്. അങ്ങനെ തന്നിരിക്കുന്ന ഡെൽറ്റയ്ക്ക് ρδ എന്ന രീതിയിൽ ഒരു തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് z0 യെ ആരമുള്ള ഒരു വൃത്തത്തിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ച രൂപഭേദ തത്വം ഉപയോഗിച്ച് നമുക്ക് C യിൽ കൂടിയുള്ള ഇന്റഗ്രൽ കാണാം. നമ്മൾ പഠിച്ചിരുന്നു ഏതു പാതയിൽ എടുത്താലും ഇന്റഗ്രലിന്റെ മൂല്യം ഒന്നുതന്നെയാണ് എന്ന്. അപ്പോൾ ഡിഫോർമേഷൻ തത്വം ഉപയോഗിച്ച് നമുക്ക് പറയാം Cfz z0dz എന്നത് Kfz z0dz എന്നതിന് തുല്യമാണ് എന്ന്. മുൻപ് ഈ തത്വം തെളിയിച്ചപ്പോൾ നമ്മൾ പരിഗണിച്ചത് ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്ന ഒരു സിംപ്ലി കണക്ടഡ് ഡൊമെയ്ൻ ആയിരുന്നു. നമ്മൾ തെളിയിച്ചു C യിലെ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ഡൊമെയ്നിലെ ഏതൊരു പാത നമ്മൾ എടുത്താലും അവിടെയുള്ള ഇന്റഗ്രലിന്റെ മൂല്യത്തിന് തുല്യം ആയിരിക്കും എന്ന്. അപ്പോൾ മുൻപ് സൂചിപ്പിച്ച രണ്ട് ഇന്റഗ്രലുകളും തുല്യമാണ് എന്ന് നമുക്ക് കാണാം. ഈ ഇന്റഗ്രൽ വളരെ ലളിതമായിരിക്കും. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന പാത K എന്നത് ഒരു വൃത്തം ആണ്. അപ്പോൾ K എന്നത് ആരമുള്ള ഒരു വൃത്തം. ഇവിടെ നമ്മൾ എടുക്കുന്നത് ρδ എന്നാണ്. ഇനി നമ്മൾ fz z0ϵ എന്ന അസമത്വം ഉപയോഗിക്കും. ഇവിടെ K എന്നത് z z0ρ എന്ന വൃത്തമാണ്. അതുകൊണ്ടിവിടെ എന്നതിനു പകരം എന്ന് എഴുതിയാൽ f കണ്ടിന്യൂസും ആയതുകൊണ്ട് നമുക്ക് കിട്ടും f എന്ന്. അങ്ങനെ ഇവിടെ നമുക്ക് ഈ അസമത്വം ഉണ്ട്. അതുകൊണ്ടിവിടെ ഇന്റഗ്രന്റിന്റെ പകുതി ആണ്. കാരണം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ f ആണ്. അതുപോലെ യും ആണ്. ഈ അസമത്വം അല്ലെങ്കിൽ പരിധി വെച്ചുകൊണ്ട് നമ്മൾ മുൻ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്ത ML അസമത്വം കൂടി ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രലിന്റെ കേവല മൂല്യം Cfzdz എന്നത് ML നാൽ പരിമിതപ്പെട്ടിരിക്കുന്നു. ഇവിടെ L എന്നത് പാതയുടെ നീളവും അതുപോലെ M എന്നത്
ഇന്റഗ്രന്റിന്റെ അപ്പർ ബൗണ്ടും ആണ്. ഇനി ഇന്റഗ്രന്റിന്റെ അപ്പർ ബൗണ്ട് എന്താണ് എന്ന് നമുക്കറിയാം. അത് ആണ്. അതുപോലെ കേർവിന്റെ നീളം 2π ആണ്. കാരണം ഇവിടെ കേർവ് K എന്നത് ആരം ഉള്ള ഒരു വൃത്തം ആണ്. അതിനാൽ കേർവിന്റെ നീളം എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ചുറ്റളവാണ്. ഇത് ലഘൂകരിക്കുകയാണെങ്കിൽ 2π എന്ന് നമുക്ക് കിട്ടും. ഈ ഇന്റഗ്രലിന്റെ മൂല്യമാണ് ഇവിടെ മുഖ്യം. ഇവിടെ ഇന്റഗ്രലിന്റെ കേവല മൂല്യം 2π എന്ന മൂല്യത്താൽ പരിമിതപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്നത് ഏകപക്ഷീയമാണ്. അതുകൊണ്ട് f ന്റെ കണ്ടിന്യൂറ്റിയിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കും, തന്നിരിക്കുന്ന എത്ര ചെറിയ നും ഇന്റഗ്രലിന്റെ മൂല്യം പൂജ്യത്തിലേക്ക് പോകും. കാരണം ഇവിടെ ഇന്റഗ്രലിന്റെ മൂല്യം 2π എന്ന മൂല്യത്താൽ പരിമിതപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ പറയുന്നത് ന്റെ മൂല്യം ഏകപക്ഷീയമായി എത്ര ചെറിയ മൂല്യം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് അർത്ഥമാക്കുന്നത് ഇന്റഗ്രലിന്റെ മൂല്യം 0 ആവണം എന്നാണ്. കാരണം അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു നെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രലിന്റെ മൂല്യം എപ്പോഴും 2π എന്ന മൂല്യത്തേക്കാൾ ചെറുതായിരിക്കുക സാധ്യമല്ല. ഇനി ഈ ഇന്റഗ്രലിനെ പിരിച്ചെഴുതിയാൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ ഭാഗത്തിന്റെ മൂല്യം നമ്മൾ മുൻപ് കണ്ടതുപോലെ 2πif ആണ്. അതുപോലെ നമ്മൾ കണ്ടു രണ്ടാമത്തെ ഭാഗം 0 ആണ് എന്ന്. അങ്ങനെ നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല തെളിയിക്കുവാൻ സാധിച്ചു. അതായത് ഇന്റഗ്രലിന്റെ മൂല്യം 2πif ആണ് എന്ന്. ഇനി ഈ തിയറത്തിന് മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനെ സംബന്ധിച്ച ഒരു വിപുലീകരണം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സിംപ്ലി കണക്ടഡ് ഡൊമെയ്നിന് ഈ തിയറം ബാധകമാണ് എന്ന്. ഇനി മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുറമേയുള്ള കേർവ് എതിർ ഘടികാരദിശയിലും ഉള്ളിലുള്ളത് ഘടികാരദിശയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ തിയറം ഇങ്ങനെയാണ്: f12πiC1fz z0dz+1 2πiC2fz z0dz. നമുക്ക് വേണ്ടത്ര ഹോളുകൾ എടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ C1, C2, C3, C4 തുടങ്ങിയവയുടെ എല്ലാം ഉള്ളിൽ ഹോളുകളാണ്. അങ്ങനെയുള്ള ഒരുപാട് ഹോളുകൾ ഉണ്ടാവാം. അതുപോലെ ഉള്ളിലുള്ള വൃത്തം ഘടികാരദിശയിലും പുറമേയുള്ളത് എതിർ ഘടികാരദിശയിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫലം നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രലുകളുടെ തുക fz0ക്ക് തുല്യമായിരിക്കും. ഇത് വെച്ചുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഏതെങ്കിലും കേർവുകളും എതിർ ഘടികാരദിശയിൽ ആയിരുന്നു എങ്കിൽ ഈ ഇന്റഗ്രൽ എങ്ങനെ ആകുമായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ C2 നെ എതിർ ഘടികാരദിശയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പ്ലസ് ചിഹ്നം മൈനസ് ചിഹ്നം ആകും. അപ്പോൾ നമുക്ക് കിട്ടും f12πiC1fz z0dz 12πiC2fz z0dz എന്ന്. അങ്ങനെ ഇത് രണ്ടും സാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഘടികാരദിശയിൽ ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇവ രണ്ടും കൂടി കൂട്ടുമായിരുന്നു. അല്ലാത്ത പക്ഷം ഇവയുടെ വ്യവകലനം ആണ് ഇന്റഗ്രലിന്റെ മൂല്യം. ഇനി നമുക്ക് കുറച്ച് ഇന്റഗ്രൽ വിലയിരുത്താം. ആദ്യം നമുക്ക് Ctan z dz എന്താണ് എന്ന് നോക്കാം. ഇവിടെ C എന്നത് z3/2 എന്ന വൃത്തമാണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഇന്റഗ്രന്റ് ഇന്റഗ്രൽ ഫോർമുലയുമായി പൊരുത്തപ്പെടുന്നതാണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്കുള്ളത് z1 എന്നാണ്. ആദ്യം നമുക്ക് ഈ ഇന്റഗ്രന്റ് f ന്റെ സിംഗുലാരിറ്റീസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അവ സ്വാഭാവികമായും z1 ലും z−1 ലും ആയിരിക്കും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റുകളിൽ ഡിനോമിനേറ്റർ 0 ആകും. അതുകൊണ്ട് ഈ പോയിന്റുകളിലും അതുപോലെ 2, 3π2 തുടങ്ങിയവയിലും ടാൻ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആകും. അപ്പോൾ ഈ ബിന്ദുക്കളിൽ ഒന്നിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളോ അനലിറ്റിക്കോ അല്ല.
അതുകൊണ്ട് ഈ പോയിന്റുകളെ f എന്ന ഇന്റഗ്രന്റിന്റെ സിംഗുലാർ പോയിന്റുകൾ എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ അനലിറ്റിക് അല്ല എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആയിരുന്നു എങ്കിൽ നമുക്ക് നേരെ കോച്ചി തിയറം ഉപയോഗിച്ച് ഇന്റഗ്രലിന്റെ മൂല്യം 0 എന്ന് പറയാമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പരിഗണിച്ച വൃത്തത്തിന്റെ ആരം 32 ആയതിനാൽ 2, 3π2 തുടങ്ങിയവയെല്ലാം സിംഗുലാരിറ്റികൾ ആണ്. ഇവിടെ z -1 ഉം z1 ഉം മാത്രമാണ് ഡൊമെയ്നിന് ഉള്ളിലുള്ളത്. 2 പോലുള്ള മറ്റു പോയിന്റുകൾ ഡൊമെയ്നിന് പുറത്താണ്. കാരണം എന്നത് 3 ലും വലുതാണ്. അതുകൊണ്ട് 2 എന്നത് ഡൊമെയ്നിന് പുറത്താണ്. അതുപോലെ 3π2 ഉം ഡൊമെയ്നിന് അല്ലെങ്കിൽ C ക്ക് പുറത്താണ്. അങ്ങനെ ഇവിടെ 2, 3π2 തുടങ്ങിയവയെല്ലാം ഡൊമെയ്നിന് പുറത്താണ്. അതുകൊണ്ട് അവയെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. എന്നാൽ z-1 ഉം z1 ഉം C എന്ന വൃത്തത്തിന് ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് പോയിന്റുകളെ ഫംഗ്ഷൻ അനലിറ്റിക് ആവാത്ത പോയിന്റുകൾ എന്ന് പരിഗണിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് tan z എന്നാണ്. ഇതിനെ നമുക്ക് tan z എന്നെഴുതാം. പിന്നെ വീണ്ടും നമുക്കിതിനെ tan z2 എന്ന പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇന്റഗ്രൽ 12C tan z dz എന്നും രണ്ടാമത്തെ ഇന്റഗ്രൽ 12C tan z1 dz എന്നും ആണ്. അതായത് ഇപ്പോൾ ഫംഗ്ഷൻ fz എന്ന രീതിയിൽ അല്ലെങ്കിൽ കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിക്കാം എന്ന രീതിയിൽ ആയിരിക്കുന്നു. ഇവിടെ 1 ഉം 1 ഉം വൃത്തത്തിന് ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് 12 ഗുണം 2πi ഗുണം tan 1 എന്നാണ്. അതുപോലെ രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ മൂല്യം 12 ഗുണം 2πi ഗുണം tan 1 എന്നാണ്. അങ്ങനെ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 2πi tan 1 എന്ന് നമുക്ക് കിട്ടും. ഇത് കണ്ടെത്തുന്നതിനായി നമ്മൾ ഉപയോഗിച്ചത് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ആണ്. ഇനി അനലിറ്റിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവിനെ സംബന്ധിച്ച് മറ്റൊരു ഫോർമുല കൂടിയുണ്ട്. ഇത് നമ്മൾ മുൻപ് കണ്ട കോച്ചി ഇന്റഗ്രൽ ഫോർമുലയോട് വളരെയധികം സാമ്യമുള്ളതാണ്. അപ്പോൾ f ഒരു ഡൊമെയ്ൻ D യിൽ അനലിറ്റിക് ആണ് എങ്കിൽ zz0 എന്ന ബിന്ദുവിലെ അതിന്റെ ഡെറിവേറ്റീവ് fnz0 n2πifzz z0n1dz എന്ന ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒരു കേർവ് ഇന്റഗ്രൽ ഉപയോഗിച്ച് കാണാം എന്നത് വളരെ കൌതുകകരമായ എന്നാൽ അതേസമയം ഒരുപാട് പ്രയോഗങ്ങൾ ഉള്ള ഒരു വസ്തുതയാണ്. ഇവിടെ C എന്നത് ഡൊമെയ്ൻ D യിൽ ഉള്ള z0 യെ അടക്കം ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ആണ്. ഇവിടെ ഡൊമെയ്ൻ D യിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആവണം എന്നത് മാത്രമാണ് ഒരേയൊരു വ്യവസ്ഥ. അപ്പോൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് മുകളിൽ പറഞ്ഞ ഫലം മനസ്സിലാക്കാവുന്നതാണ്. കോച്ചി ഇന്റഗ്രൽ ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്. fz012πiCfzz z0dz. ഇതിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അതിനുശേഷം അത് സാമാന്യവൽക്കരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നതിനായി fz0z0 എന്ന ഇൻക്രിമെന്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയെക്കുറിച്ചുള്ള അടിസ്ഥാന സിദ്ധാന്തം പ്രയോഗിക്കാം. അപ്പോൾ ഇവിടെ z0 എന്നൊരു ഇൻക്രിമെന്റ് ഉള്ളതുകൊണ്ട് fz0z0 യെ നമുക്ക് 12πiCfz0z z0 എന്ന് എഴുതാം. അതായത് ഇവിടെ z0 എന്നതിന് പകരം z0z0 എന്നാവും. അതുപോലെ z0 എന്നതിന് പകരം z0 z0 എന്നും എഴുതാം.
അപ്പോൾ ഇതാണ് ഫലം. ഇവിടെ fz0z0 എന്നതിനെ നമുക്ക് fz0z0 fz0 എന്ന രീതിയിലും നോക്കാം. അതുപോലെ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 12πiCfz 1z0 എന്നും ആണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ലഘൂകരിക്കാം. ഇവിടെ രണ്ട് വശങ്ങളിലും ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം fz0z0 fz0z0f ആണ് എന്ന്. അതുപോലെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടും 12πiCfz z02dz എന്ന്. അപ്പോൾ ഒരിടത്തും z0 ഇല്ല. അങ്ങനെ നമുക്ക് ഡെറിവേറ്റിവിന്റെ ഫോർമുല കിട്ടും f'0 z0Cfz ശരി, ഇത് ഫസ്റ്റ് ഡെറിവേറ്റിവിന്റെ കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് മുകളിലേക്കുള്ള ഡെറിവേറ്റിവുകളും കാണാം. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. കാരണം കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് ഉയർന്ന ഓർഡറുകളിൽ ഉള്ള ഡെറിവേറ്റിവുകൾ എങ്ങനെ എഴുതാം എന്നതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് ആശയമുണ്ട്. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത z0 എന്ന ബിന്ദു ഏകപക്ഷീയമാണ്. അതുപോലെ f ന്റെ മറ്റു ഓർഡറുകളിലുള്ള ഡെറിവേറ്റിവുകളും D യിൽ അനലിറ്റിക് ആണ്. അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്. f അനലിറ്റിക് ആണെങ്കിൽ f ഡൊമെയ്നിലെ ഏത് പോയിന്റിലും f ഉം അനലിറ്റിക് ആയിരിക്കും. അങ്ങനെ f D യിൽ അനലിറ്റിക് ആണെങ്കിൽ f ന്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റിവുകളും D യിൽ അനലിറ്റിക് ആയിരിക്കും എന്ന് നമുക്ക് കിട്ടി. ഇത് വളരെ കൗതുകകരമായ ഒരു ഫലമാണ്. f D യിൽ അനലിറ്റിക് ആണെങ്കിൽ f ന്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റിവുകളും D യിൽ അനലിറ്റിക് ആയിരിക്കും എന്നത് ഈ ഫലം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തെളിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ f അനലിറ്റിക് ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ഈ ഡെറിവേറ്റിവുകളുടെ മൂല്യം വളരെ എളുപ്പത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് Cez2zz14dz എന്ന ഉദാഹരണം നോക്കാം. ഈ ഇന്റഗ്രൽ എങ്ങനെ വിലയിരുത്താം എന്ന് നോക്കാം. ഇവിടെ C എന്ന് പറയുന്നത് z3 എന്ന കേർവ് ആണ്. അതായത് ആരം 3 ഉം കേന്ദ്രം 0 ഉം ഉള്ള ഒരു വൃത്തം ആണ്. കോച്ചി ഇന്റഗ്രൽ ഫോർമുല പറയുന്നത് f3z2e2zz14dz ആണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് z14 എന്നാണ് ഉള്ളത്. അതുപോലെ ഇവിടെ fe2z എന്നെടുക്കാം. പിന്നെ z0 1 n3 യും ആണ്. അതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2e2z ആണ്. f ന്റെ ഡെറിവേറ്റീവ് 1 ൽ 2e2 ആണ്. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് 4e2 ഉം. അതുപോലെ തേർഡ് ഡെറിവേറ്റീവ് 8e2 ഉം ആണ്. ഇവിടെ ഇന്റഗ്രലിന്റെ മൂല്യം കാണുന്നതിനായി നമുക്ക് ആവശ്യമുള്ളത് തേർഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ ഫോർമുലയിൽ തേർഡ് ഡെറിവേറ്റീവിന്റെ മൂല്യം കൊടുക്കുകയാണെങ്കിൽ 3ce2zz14dz എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ 3 യെ ഇടതുവശത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്റഗ്രലിന്റെ മൂല്യം 8πi3e2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഉദാഹരണം ഇന്റഗ്രലിന്റെ മൂല്യം കോച്ചി ഇന്റഗ്രൽ ഫോർമുലയുടെ നേരിട്ടുള്ള പ്രയോഗത്തിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വ്യക്തമാക്കുന്നു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നമുക്ക് Ceztz2z1dz എങ്ങനെ വിലയിരുത്താം എന്ന് നോക്കാം. ഇവിടെ C എന്നത് z3 എന്ന വൃത്തമാണ്.
അപ്പോൾ വീണ്ടും നമുക്ക് കേന്ദ്രം 0 യും ആരം 3 യും ഉള്ള ഒരു വൃത്തം ആണ് ഉള്ളത്. ഇവിടുത്തെ സിംഗുലാരിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം z2z+1zi ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗുലാരിറ്റീസ് എന്നത് z i ലും z i യും ആണ്. ഇവിടെ ഫംഗ്ഷൻ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫംഗ്ഷനെ നമ്മൾ മറ്റൊരു ഉദാഹരണത്തിൽ കണ്ടതുപോലെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതേണ്ടതുണ്ട്. അങ്ങനെ ഇവിടെ നമുക്കുള്ളത് Ceztz21z i 1dt. ഇത് രണ്ടിലും നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ z0 i യും പിന്നെ അടുത്തതിൽ z0 i യും ആണ്. അങ്ങനെ ഇതിൽ രണ്ടിലും നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. കോച്ചി ഇന്റഗ്രൽ ഫോർമുല അനുസരിച്ച് ഈ ഇന്റഗ്രലിന്റെ മൂല്യം 12i 2πieiteit എന്നാണ്. അപ്പോൾ ഈ ഫോർമുല നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് സൈൻ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതാം. ഇവിടെ 12ieit എന്നതിനെ sin t എന്ന് എഴുതാം. അപ്പോൾ ഈ ഇന്റഗ്രലിനെ നമ്മൾ സമീപിച്ചത് ഇങ്ങനെയായിരുന്നു. ആദ്യം നമ്മൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിച്ചു. അതിനുശേഷം സൈൻ ഫംഗ്ഷന്റെ ഫോർമുലയും പ്രയോഗിച്ചു. അപ്പോൾ നമുക്ക് കിട്ടി 2πi sin t എന്ന്. ഈ ഇന്റഗ്രലിനെ നമുക്ക് മറ്റൊരു രീതിയിലും സമീപിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ z i യെയും z i യെയും അടക്കം ചെയ്യുന്ന രണ്ട് വൃത്തങ്ങൾ കൂടി പരിഗണിക്കുക എന്നതാണ്. ഇവിടെ ആദ്യത്തെ വൃത്തത്തെ നമുക്ക് C1 എന്നും രണ്ടാമത്തേതിനെ നമുക്ക് C2 എന്നും വിളിക്കാം. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടായിരുന്ന രണ്ട് പോയിന്റുകളെ ചുറ്റി നമ്മൾ രണ്ട് വൃത്തങ്ങൾ C1 ഉം C2 ഉം വരച്ചു. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനായുള്ള ഈ ഫോർമുലയുടെ വിപുലീകരണം ഉപയോഗിക്കാം. അപ്പോൾ ഈ മുഴുവൻ ഇന്റഗ്രന്റ് f ന്റെ C ലെ ഇന്റഗ്രലിനെ C1 ലെ ഇന്റഗ്രലിന്റെയും C2 ലെ ഇന്റഗ്രലിന്റെയും തുകയായി എഴുതാം. അപ്പോൾ C1 ൽ കൂടിയുള്ള ഇന്റഗ്രൽ. അതിനായി നമ്മൾ z i യെ എടുത്തിട്ട് ഫംഗ്ഷൻ eztzi എന്ന് എഴുതും. കാരണം അങ്ങനെ എഴുതുമ്പോൾ ന്യൂമറേറ്റർ ഇവിടെ അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്റഗ്രന്റ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിക്കാൻ പാകത്തിനാണ്. അതുപോലെ C2 ൽ കൂടിയുള്ള ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ eztz i എന്നതിനെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. പിന്നെ നമുക്ക് ഇവിടെ zi യും dz ഉം ഉണ്ട്. അങ്ങനെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇതാണ് ഇന്റഗ്രൽ കാണുന്നതിനായുള്ള മറ്റൊരു സമീപനം. ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റഗ്രന്റിനെ eztzi over z i, eztz i over zi എന്നിവയുടെ തുകയായിട്ട് എഴുതി. അതിനുശേഷം മൾട്ടിപ്പിൾ കണക്ടഡ് ഡൊമെയ്നിനായുള്ള ഫോർമുല നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്റഗ്രലിന്റെ മൂല്യം 2πi eit2i et 2i എന്ന് നമുക്ക് കിട്ടും. ഇത് sin t ക്ക് തുല്യമാണ്. അപ്പോൾ eit2i et 2i sin t. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷനുകൾ നേരിട്ട് വിലയിരുത്താതെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം ആയിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം Cz π63dz. ഇവിടെ z π63 ആണ് ഇന്റഗ്രന്റ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നേരിട്ട് കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ z0 π6 ഉം n2 ഉം ആണ്. കാരണം 2 1 3 ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് n2 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്.
അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉപയോഗിച്ചാൽ ഇത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയ്ക്ക് കൃത്യമായും അനുയോജ്യമാണ്. ഇവിടെ നമുക്ക് കാണാം f'6z cos z ആണ്. അതുപോലെ ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം 6 ൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മൂല്യം 21/16 ആണ് എന്ന്. അങ്ങനെ ഇവിടെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ മൂല്യം i×21/16 ആണ് എന്ന്. ഇനി നമുക്ക് അവസാനത്തെ ഉദാഹരണം നോക്കാം. ഇവിടെ z2 1 വരുന്നുണ്ട്. അതുപോലെ C യുടെ കേന്ദ്രം 1 0 ഉം ആരം 1 ഉം ആണ്. അതുപോലെ ഇവിടെ z±1 സിംഗുലാരിറ്റീസ് ആണ്. പിന്നെ z നെഗറ്റീവ് എന്നത് C എന്ന വൃത്തത്തിന് പുറത്തായതുകൊണ്ട് z1 എന്ന സിംഗുലാരിറ്റി മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആദ്യത്തെ സമീപനം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇന്റഗ്രന്റിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയി വിഭജിച്ച് അതിനുശേഷം ഓരോ ഇന്റഗ്രലും വിലയിരുത്തുക എന്നതാണ്. വാസ്തവത്തിൽ ഇവിടെ രണ്ടാമത്തെ ഇന്റഗ്രലിൽ z1 ഉള്ളതുകൊണ്ട് z=1 സിംഗുലാരിറ്റി ആണെങ്കിലും അത് ഡൊമെയ്നിന് പുറത്തായതുകൊണ്ട് C യിലും C യുടെ ഉള്ളിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് പറയാം. അങ്ങനെ ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കോച്ചി ഇന്റഗ്രൽ തിയറം ഉപയോഗിക്കാം. അങ്ങനെ ആദ്യത്തെ ഇന്റഗ്രലിൽ നമ്മൾ കോച്ചി ഇന്റഗ്രൽ ഫോർമുലയും രണ്ടാമത്തേതിൽ കോച്ചി ഇന്റഗ്രൽ തിയറവും ഉപയോഗിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 12×2πi×3+1+0 അല്ലെങ്കിൽ 2πi എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഇന്റഗ്രലിനെ സമീപിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ നമുക്ക് C3z2z+z1z 1dz എന്ന് എഴുതാം. ഇനി നമ്മൾ 3z2zz1z 1 എന്നതിനെ പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം 3z2zz1 എന്നത് നമ്മുടെ ഡൊമെയ്നിൽ അനലിറ്റിക് ആണ് എന്ന്. അതുകൊണ്ട് ഇവിടെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല പ്രയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ മൂല്യം 3z2zz1 നെ z1 ൽ വിലയിരുത്തിയ ശേഷം അതിനെ 2πi കൊണ്ട് ഗുണിക്കുന്നതാകും. അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടി ഇന്റഗ്രലിന്റെ മൂല്യം 2πi×4/2 എന്ന്. അങ്ങനെ ഇത് ഇന്റഗ്രൽ കാണുന്നതിന് നമുക്ക് സ്വീകരിക്കാവുന്ന മറ്റൊരു സമീപനമാണ്. ഇവിടെ നമുക്ക് ആവശ്യമില്ലാതെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല. നമ്മൾ വെറുതെ ഇന്റഗ്രന്റിനെ ന്യൂമറേറ്റർ അനലിറ്റിക് ആവുന്ന രീതിയിൽ മാറ്റിയെഴുതി. ഇവിടെ z1 ആയിരുന്നു പ്രശ്നമുണ്ടാക്കുന്ന ബിന്ദു. അതുകൊണ്ട് അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുത്ത ശേഷം കോച്ചി ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് ഈ ഇന്റഗ്രൽ വിലയിരുത്തി. അപ്പോൾ ഇവയൊക്കെയാണ് ഈ പ്രഭാഷണം തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ച റെഫറൻസുകൾ. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ ഇന്ന് പഠിച്ചത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയാണ്. ഇത് ഇന്റഗ്രലുകൾ വിലയിരുത്തുന്നതിന് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ഇതിന്റെ ഒരു വിപുലീകരണം എന്ന രീതിയിൽ നമ്മൾ ഡെറിവേറ്റീവ് ഫോർമുല കണ്ടു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഡെറിവേറ്റീവ് ഫോർമുലയുടെ ഒരു പ്രത്യേക കേസ് ആണ് കോച്ചി ഇന്റഗ്രൽ ഫോർമുല എന്ന്. ഈ ഫോർമുലയിൽ നമ്മൾ n0 എന്ന് കൊടുത്താൽ നമുക്ക് n⁴1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കോച്ചി ഇന്റഗ്രൽ ഫോർമുല കിട്ടും. അങ്ങനെ കോച്ചി ഇന്റഗ്രൽ ഫോർമുല എന്നത് ഡെറിവേറ്റീവ് ഫോർമുലയുടെ ഒരു പ്രത്യേക കേസ് ആണ്. ഇത് കോച്ചി ഇന്റഗ്രൽ ഫോർമുലയാണ്, കോച്ചി ഇന്റഗ്രൽ തിയറം അല്ല. കോച്ചി ഇന്റഗ്രൽ തിയറത്തിൽ നമുക്ക് അനലിറ്റിക് ഫംഗ്ഷനും പിന്നെ ഇന്റഗ്രലിന്റെ മൂല്യം 0 എന്നും ആയിരുന്നു ഉണ്ടായിരുന്നത്.